ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ എണ്ണ അധികം ഉപയോഗിക്കാതെയുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറായി കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 300-350 ഗ്രാം ചിക്കൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു 2 മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം, അല്ലാതെ പുറത്തും ആയാലും വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. 2 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്നും വെളിയിലെടുത്ത് ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കരിയാതെ നമുക്ക് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് ഒരു 3-4 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് അടയ്ക്കാതെ തന്നെ നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളമില്ലാതെ തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാൻ പറ്റും. ചിക്കൻ ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പേടിക്കേണ്ട കാര്യമില്ല, നല്ലപോലെ വെന്ത് കിട്ടും. എന്നിട്ട് ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരല്പം എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായി വന്നപ്പോൾ ഞാൻ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് 2 സൈഡും നല്ലതുപോലെ മുരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്കിങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.